ജീവിതത്തിന്റെ തിരക്കിലും സമ്മർദ്ദങ്ങളിലും പെട്ടുഴലുമ്പോഴും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ പാലിക്കാനും സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഫലമായി നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം മറക്കുകയും ഉള്ളിലുള്ള സന്തോഷവും സംതൃപ്തിയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് സ്വയം തിരിച്ചറിയാനും സ്വയം സ്നേഹിക്കാനും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താനും കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? ആത്മസ്നേഹം എന്നത് ആത്മപരിചയത്തിന്റെ അടിസ്ഥാനമാണ്. അത് ലഭിക്കാതെ മറ്റുള്ളവരെ സത്യസന്ധമായി സ്നേഹിക്കാനും ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനും കഴിയില്ല. ഇത് സ്വയം തിരിച്ചറിയാനും സ്വന്തം മൂല്യങ്ങൾ തിരിച്ചറിയാനും അതിനനുസരിച്ച് ആത്മവിശ്വാസത്തോടെ സത്യസന്ധമായി ദൈനംദിന ജീവിതത്തെ നേരിടാനും പ്രേരിപ്പിക്കുന്നു. ഒരാൾക്ക് അയാളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള സമതുലനം കണ്ടെത്താനും സമ്മർദ്ദങ്ങളിൽ നിന്നും സ്വതന്ത്രനായി ജീവിക്കാനും സ്വന്തം ലക്ഷ്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയാനും സഹായിക്കാനും കഴിയണം. സ്വയം സ്നേഹിക്കുക, നിയന്ത്രിക്കുക. യു ആർ ഇൻ കൺട്രോൾ. എന്തുകൊണ്ട് ചിലർ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കുന്നു, എന്നാൽ മറ്റു ചിലർ നിരാശയോടെയും അസംതൃപ്തിയോടെയും കഴിയുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായി സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പുറത്തുള്ള കാര്യങ്ങളിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കുടുംബം, സമൂഹം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലി, പഠനം, മറ്റുള്ളവരുടെ പെരുമാറ്റം, ഇവയെല്ലാം നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണമാണെന്ന് നമ്മൾ കരുതും. പലരും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വർഷങ്ങൾ കഴിക്കും. എന്നാൽ ഈ ചിന്താഗതിയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. സാഹചര്യങ്ങൾ നമ്മെ ബാധിച്ചേക്കാം, നമ്മൾ ആഗ്രഹിക്കാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അവയെ എങ്ങനെ നേരിടണം എന്നത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. മനുഷ്യർ പലപ്പോഴും ഞാനൊരു ഇരയാണ് എന്ന രീതിയിൽ ചിന്തിക്കാറുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങൾ ലഭിക്കുന്നില്ല. ഒരാൾ സ്ഥിരമായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശക്തിയെ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഈ മനോഭാവമാണ് നമ്മെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം തുടങ്ങുന്നു. എന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നതിനു പകരം ഇപ്പോൾ എന്താണ് മാറ്റാൻ കഴിയുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങും. ഈ ചിന്തയിൽ വലിയ ശക്തിയുണ്ട്. കാരണം അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളായി സ്വയം കാണാൻ തുടങ്ങുന്നു. ദിവസവും നമ്മുടെ മനസ്സിൽ അനവധി ചിന്തകൾ കടന്നു പോകുന്നു. ഈ ചിന്തകളാണ് പിന്നീട് വികാരങ്ങളായും പ്രവൃത്തികളായും മാറുന്നത്. ഒരാൾ സ്ഥിരമായി നെഗറ്റീവ് ചിന്തകളിൽ കഴിയുകയാണെങ്കിൽ അയാൾ പതുക്കെ പതുക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ വിജയിക്കാൻ പോകുന്നില്ല, മറ്റുള്ളവർ എന്നേക്കാൾ മികച്ചവരാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ അയാളുടെ മനസ്സിൽ പതിയും. അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞാൽ നമ്മൾ ശ്രമിക്കാൻ പോലും തയ്യാറാകില്ല. എന്നാൽ ഒരാൾ തന്റെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അവയെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്താൽ ജീവിതം പതുക്കെ മാറാൻ തുടങ്ങും. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിന്റെ ദിശയെ സ്വാധീനിക്കുന്നു. പുതിയൊരു ശീലം ആരംഭിക്കുക, ഒരു നെഗറ്റീവ് ചിന്തയെ തടഞ്ഞു നിർത്തുക, ഒരു പുതിയ ശ്രമം തുടങ്ങുക എന്നിങ്ങനെ ചെറിയ തീരുമാനങ്ങൾ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ തുടങ്ങും. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം വളരാൻ തുടങ്ങും. കാരണം അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് സ്വയം തിരിച്ചറിയുന്നു. പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ തളരുകയില്ല, മറിച്ച് അവയെ നേരിടാനുള്ള വഴികൾ അന്വേഷിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാളുമില്ല. എന്നാൽ പ്രശ്നങ്ങളെ നാം എങ്ങനെ നേരിടുന്നു എന്നതാണ് ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. സ്വയം വിശ്വസിക്കുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ കഴിവുകളെ കുറച്ചു കാണാറുണ്ട്. മറ്റുള്ളവരെക്കാൾ നമ്മൾ പിന്നിലാണെന്ന് സ്വയം കരുതാറുണ്ട്. ഈ ചിന്തകൾ നമ്മളെ ഉള്ളിൽ നിന്ന് ദുർബലരാക്കുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ കഴിവുകളെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പുതിയ അവസരങ്ങളെ തേടാൻ തുടങ്ങും. പരാജയങ്ങളെ പോലും നമ്മൾ പഠനത്തിന്റെ ഭാഗമായി കാണാൻ തുടങ്ങും.
ഭയം നമ്മളെ മുന്നോട്ടു പോകുന്നതിൽ നിന്നും തടയുന്ന ഒരു പ്രധാന വികാരമാണ്. പരാജയ ഭയം, വിമർശന ഭയം, മാറ്റത്തിന്റെ ഭയം ഇവയെല്ലാം നമ്മളെ സുരക്ഷിതമായ ഇടത്ത് തന്നെ നിർത്താൻ ശ്രമിക്കും. പലരും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയപ്പെടുന്നത് ഈ കാരണങ്ങളാലാണ്. എന്നാൽ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരാൾ ഈ ഭയങ്ങളെ മറികടക്കാൻ പഠിക്കേണ്ടതാണ്. ഭയം ഇല്ലാതാകും എന്ന് കരുതുന്നത് യാഥാർത്ഥ്യമല്ല. പക്ഷേ ഭയമുണ്ടായാലും മുന്നോട്ടു പോകാൻ കഴിയും, അതാണ് സത്യം. ജീവിതത്തെ മാറ്റാൻ ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ പുതിയ സാധ്യതകൾ തുറക്കാൻ തുടങ്ങും. പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയെ മറികടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം വളരും. ഈ തിരിച്ചറിവാണ് നമ്മെ കൂടുതൽ ശക്തരാക്കുന്നത്. സ്വയം തിരിച്ചറിയുക. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെയും കഴിവുകളെയും മനസ്സിലാക്കുക. ദ ഇന്നർ വർക്ക്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം പുറത്തുനിന്നല്ല ആരംഭിക്കുന്നത്, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. പലരും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ പുറത്തുള്ള കാര്യങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. നല്ല ജോലി ലഭിക്കണം, കൂടുതൽ പണം സമ്പാദിക്കണം, ആളുകളുടെ അംഗീകാരം ലഭിക്കണം, സമൂഹത്തിൽ നല്ല സ്ഥാനം ലഭിക്കണം. ഇവയെല്ലാം ലഭിച്ചാൽ മാത്രമേ സന്തോഷം ലഭിക്കൂ എന്ന രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഈ ചിന്തയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. പുറത്തുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ ഉണ്ടാകണം എന്നില്ല. അവയെ മാത്രം ആശ്രയിച്ചുള്ള സന്തോഷം സ്ഥിരമായിരിക്കണമെന്നില്ല. നമ്മുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ, ഓർമ്മകൾ, ശീലങ്ങൾ എന്നിവയാണ് ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കും. ഞാൻ വേണ്ടത്ര കഴിവുള്ളവനല്ല, എപ്പോഴും പരാജയമേ സംഭവിക്കൂ എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ പലപ്പോഴും ബാല്യകാല അനുഭവങ്ങളിൽ നിന്നോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നോ രൂപപ്പെട്ടവയായിരിക്കും. എന്നാൽ ഒരിക്കൽ ഈ വിശ്വാസങ്ങൾ മനസ്സിൽ പതിഞ്ഞാൽ അവ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇത്തരത്തിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ തിരിച്ചറിയുകയും അവയെ മാറ്റാൻ ശ്രമിക്കുകയും വേണം. നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഉള്ളിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. നമ്മുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും പ്രധാനമാണ്. പലർക്കും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വയം ബഹുമാനം കുറവായതിനാലാണ്. നമ്മൾ നമ്മുടെ മൂല്യത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ പല കഴിവുകളെയും സാധ്യതകളെയും ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ എളുപ്പത്തിൽ ബാധിക്കും. വിമർശനം കേൾക്കുമ്പോൾ നമ്മൾ തളരുകയും പ്രശംസ ലഭിക്കുമ്പോൾ മാത്രം ആത്മവിശ്വാസം അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ ഈ രീതിയിലുള്ള ജീവിതം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. സ്വയം ബഹുമാനം വളർത്താൻ നമ്മുടെ കുറവുകളെ മാത്രമല്ല നമ്മുടെ ശക്തികളെയും തിരിച്ചറിയാൻ പഠിക്കണം. നമ്മൾ പൂർണ്ണമായ ഒരു വ്യക്തിയല്ല. എല്ലാവർക്കും കുറവുകളും ശക്തികളും ഉണ്ടാകും. എന്നാൽ പലരും സ്വന്തം കുറവുകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. നമ്മുടെ നല്ല ഗുണങ്ങളെ തിരിച്ചറിയുകയും അവയെ വളർത്തുകയും വേണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആത്മവിശ്വാസം പതുക്കെ വർദ്ധിക്കാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങളെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. കോപം, നിരാശ, അസൂയ, ഭയം തുടങ്ങിയ വികാരങ്ങൾ വരുമ്പോൾ അവയെ അടക്കി വെക്കുകയോ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയോ ചെയ്യും. എന്നാൽ വികാരങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അവയെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് അവ കൂടുതൽ ശക്തമായി നമ്മെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാനും അവയെ സ്വീകരിക്കാനും പഠിക്കണം. വികാരങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നാണ് അർത്ഥം. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെ സഹായകമാണ്. സ്വയം കരുണ കാണിക്കുന്ന ശീലം വളർത്തണം. പലപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകൾക്ക് വളരെ കഠിനമായ രീതിയിൽ സ്വയം വിമർശനം നടത്താറുണ്ട്. ചെറിയൊരു പരാജയം സംഭവിച്ചാലും ഞാൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളാണ് എന്ന് കരുതും. എന്നാൽ ഈ രീതിയിലുള്ള സ്വയം വിമർശനം നമ്മളെ കൂടുതൽ നിരാശയിലേക്കാണ് നയിക്കുന്നത്. തെറ്റുകളെ ഒരു പഠനമായി കാണാൻ കഴിയണം. തെറ്റുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അവയിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നവരാണ് മുന്നോട്ടു പോകുന്നത്. സ്വയം കരുണ കാണിക്കുന്നത് ഒരു ദൗർബല്യമല്ല, അത് ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. ഇന്ന് നമ്മൾ തിരക്കിലാണ്. ജോലി,
പഠനം, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ നിരന്തരം തിരക്കിലാക്കുന്നു. ഇതിന്റെ ഫലമായി പലർക്കും ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടുന്നു. തിരക്കുകൾക്കിടയിലും മനസ്സിനെ ശാന്തമാക്കാൻ സമയം കണ്ടെത്തണം. ചില നിമിഷങ്ങൾ സ്വയം ചിന്തിക്കാൻ, ശ്വാസത്തെ ശ്രദ്ധിക്കാൻ, പ്രകൃതിയെ അനുഭവിക്കാൻ, ഇതിനൊക്കെയായി ചിലവഴിക്കുമ്പോൾ മനസ്സ് പതുക്കെ സമാധാനത്തിലേക്ക് എത്തും. നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ മനസ്സിലാക്കാതെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. പുറത്തുള്ള വിജയങ്ങൾ താൽക്കാലിക സന്തോഷം നൽകാം, എന്നാൽ സ്ഥിരമായ സന്തോഷം ലഭിക്കുന്നത് ഉള്ളിൽ നിന്നാണ്. ഉള്ളിലേക്കുള്ള ഈ യാത്ര അത്ര എളുപ്പമല്ല, എന്നാൽ അത് വളരെ പ്രാധാന്യമുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിലൂടെ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയാൻ തുടങ്ങും. നമ്മുടെ ശക്തികളും കുറവുകളും നമ്മൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കും. ഉള്ളിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കി അവയെ മാറ്റാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം പതുക്കെ കൂടുതൽ സന്തോഷകരവും അർത്ഥവത്തുമായ ദിശയിലേക്ക് മുന്നേറും. യഥാർത്ഥ രൂപത്തിൽ ജീവിക്കുക, അവനവൻ തന്നെയായി ജീവിക്കുക. ബി ഓതന്റിക്. നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചുവെക്കാതെ, മറ്റുള്ളവരെ അനുകരിക്കാതെ, നമ്മുടെ സത്യസന്ധമായ വ്യക്തിത്വത്തോടെ ജീവിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനായി നമ്മുടെ യഥാർത്ഥ സ്വഭാവം മറയ്ക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യം നൽകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പലപ്പോഴും ഈ സ്വാഭാവികമായ കാര്യം ഒരു പ്രശ്നമായി മാറുന്നു. ചിലർ മറ്റുള്ളവരുടെ അംഗീകാരം നേടാനായി അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചുവെക്കാൻ തുടങ്ങുന്നു. അവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാകും. മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയം കാരണം സ്വന്തം അഭിപ്രായങ്ങൾ പറയാതെ നിശബ്ദരായിരിക്കും. ഇങ്ങനെ ജീവിക്കുമ്പോൾ പുറത്തുനിന്ന് എല്ലാം ശരിയായതായി തോന്നാം, എങ്കിലും ഉള്ളിൽ അവർക്ക് സന്തോഷമുണ്ടാകില്ല. യഥാർത്ഥ സ്വഭാവത്തെ മറച്ചുവെക്കാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവരാണ്. അവരുടെ ചിന്തകൾ, ഇഷ്ടങ്ങൾ, കഴിവുകൾ, സ്വപ്നങ്ങൾ ഇവയൊക്കെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ സമൂഹത്തിന്റെ സമ്മർദ്ദം കാരണം പലരും ഈ വ്യത്യസ്തതയെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. അവർ മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരാൾ മറ്റൊരാളുടെ ജീവിതം പകർത്താൻ ശ്രമിക്കുമ്പോൾ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്? എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇഷ്ടം? എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നിങ്ങനെ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. പലപ്പോഴും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സമയം കണ്ടെത്താറില്ല. ജീവിതത്തിന്റെ തിരക്കുകളിൽപ്പെട്ട് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ മാത്രം ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകും. എന്നാൽ ഒരിക്കൽ ഒരു നിമിഷം നിർത്തി നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ശക്തിപ്പെടുത്തുക. നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ അംഗീകരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് കുറച്ച് സ്വതന്ത്രനാകും. വിമർശനം വന്നാലും അതത്ര ബാധിക്കുകയില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതം നമ്മുടെ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിന്റെ അപകടത്തെക്കുറിച്ചും നാം മനസ്സിലാക്കണം. സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം കാരണം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നിരന്തരം കാണുകയും അതുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. ഈ താരതമ്യം നമ്മുടെ മനസ്സിൽ നിരാശയും അസൂയയും സൃഷ്ടിക്കും. ഒരാൾക്ക് മറ്റൊരാളുടെ വിജയവും സന്തോഷവും കാണാൻ സാധിക്കും, പക്ഷെ ആ വിജയത്തിന്റെ പിന്നിലുള്ള പരിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും കാണാൻ കഴിയില്ല. എല്ലാവരുടെയും ജീവിതപാത വ്യത്യസ്തമാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ വിജയിക്കാൻ എടുത്ത സമയം മറ്റൊരാൾക്ക് വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കണമെന്നില്ല. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വന്തം വളർച്ചയിലേക്കാണ് ശ്രദ്ധ നൽകേണ്ടത്. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ഒരാളാകാൻ ശ്രമിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ പുരോഗതി. സത്യസന്ധത വളരെ പ്രധാനമാണ്. സത്യസന്ധത എന്നത് മറ്റുള്ളവരോട് മാത്രം സത്യസന്ധരാകുന്നതല്ല, സ്വയം സത്യസന്ധരാകുന്നത് കൂടിയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ യഥാർത്ഥ വികാരങ്ങളെ പോലും പരിഗണിക്കാൻ തയ്യാറാകില്ല. ചിലർ സന്തോഷമില്ലാത്ത ഒരു ജോലിയിലോ ബന്ധത്തിലോ തുടരുമ്പോഴും അത് ശരിയാണെന്ന് തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ സത്യസന്ധമായി സ്വയം നേരിടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കൂ.
മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ സ്വന്തം ആവശ്യങ്ങളെ അവഗണിക്കുന്നു. ചിലർ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്കായി എല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കും. ഇല്ല എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർ പതുക്കെ ക്ഷീണിക്കുകയും മാനസികമായി തളരുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനൊപ്പം സ്വന്തം ആവശ്യങ്ങളും മാനിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവിതത്തിൽ ആരോഗ്യകരമായ പരിധികൾ, ബൗണ്ടറീസ് സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ്. പരിധികൾ എന്നാൽ മറ്റുള്ളവരെ തള്ളിക്കളയുക എന്നല്ല, മറിച്ച് നമ്മുടെ സമയം, ഊർജം, മാനസിക സമാധാനം എന്നിവ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ്. നമ്മുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും പിന്തുടരുന്നത് പ്രധാനമാണ്. പലർക്കും അവരുടെ ഉള്ളിൽ ചില കഴിവുകളും സ്വപ്നങ്ങളും ഉണ്ടാകും. പക്ഷെ ഭയം കാരണം അവയെ പിന്തുടരാൻ അവർ തയ്യാറാകില്ല. മറ്റുള്ളവർ എന്തു പറയും, ഞാൻ പരാജയപ്പെട്ടാൽ എന്താകും എന്നിങ്ങനെയുള്ള ചിന്തകൾ അവരെ പിന്നോട്ട് വലിക്കും. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ധൈര്യം കാണിക്കണം. പരാജയം സംഭവിച്ചാലും അത് ഒരു പഠനമായി കാണണം. നമ്മൾ പൂർണ്ണരായ വ്യക്തികളല്ല. എല്ലാവർക്കും ശക്തികളും ദൗർബല്യങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മുടെ കുറവുകൾ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്ക് ആത്മസന്തോഷം ലഭിക്കില്ല. സ്വന്തം കുറവുകളെ അംഗീകരിക്കുകയും അവയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്. സ്വയം തിരിച്ചറിയാനും നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തോട് സത്യസന്ധമായി ജീവിക്കാനും കഴിയുന്നതാണ് പ്രധാനം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ആദ്യം നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ സ്വീകരിക്കണം. മറ്റുള്ളവരുടെ പ്രതീക്ഷകളിൽ മാത്രം ജീവിക്കുന്നതിനു പകരം സ്വന്തം ഹൃദയം പറയുന്ന വഴിയിൽ മുന്നോട്ടു പോകാൻ ധൈര്യം കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ തുടങ്ങും. സന്തോഷം തിരഞ്ഞെടുക്കുക. ജീവിതത്തിൽ സന്തോഷം ഒരു മനോഭാവമാണെന്ന് മനസ്സിലാക്കുക. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. സന്തോഷം പുറത്തുനിന്ന് ലഭിക്കുന്ന ഒരു കാര്യമല്ല, അത് നമ്മൾ നമ്മുടെ മനസ്സിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയാണ്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ആദ്യം നമ്മുടെ ചിന്താഗതിയെ മാറ്റാൻ പഠിക്കണം. നമ്മൾ സാധാരണയായി സന്തോഷത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് കാണുന്നത്. എനിക്ക് നല്ല ജോലി ലഭിച്ചാൽ ഞാൻ സന്തോഷവാനാകും, എനിക്ക് കൂടുതൽ പണം ലഭിച്ചാൽ ഞാൻ സന്തോഷവാനാകും, എന്റെ ജീവിതത്തിൽ എല്ലാം ശരിയായാൽ മാത്രമേ ഞാൻ സന്തോഷത്തോടെ കഴിയൂ. ഇത്തരത്തിലുള്ള ചിന്തകൾ പലരുടെയും മനസ്സിലുണ്ടാകും. ഈ ചിന്തയുടെ പ്രശ്നം എന്തെന്നാൽ സന്തോഷം എല്ലായ്പ്പോഴും ഭാവിയിലേക്ക് മാറ്റിവെക്കപ്പെടുന്നു. ഇപ്പോഴത്തെ നിമിഷത്തിൽ സന്തോഷം അനുഭവിക്കാതെ ഒരിക്കൽ എല്ലാം ശരിയായാൽ മാത്രമേ സന്തോഷം ലഭിക്കൂ എന്ന പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ഈ രീതിയിലുള്ള ചിന്ത നമ്മെ ഒരിക്കലും പൂർണ്ണമായി സന്തോഷവാനാക്കില്ല. കാരണം ജീവിതത്തിൽ എല്ലാം ഒരേ സമയം പൂർണ്ണമായി ശരിയാകണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും, ചിലത് നടക്കില്ല. അതിനാൽ സന്തോഷത്തിനായി പുറത്തുള്ള സാഹചര്യങ്ങളിൽ മാത്രം ആശ്രയിച്ചാൽ അത് സ്ഥിരമായിരിക്കില്ല. യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സന്തോഷം ഒരു മനോഭാവമാണ്. ഒരേ സാഹചര്യത്തിൽ രണ്ടാളുകൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരാൾ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തും, മറ്റൊരാൾ വലിയ വിജയങ്ങൾ ലഭിച്ചിട്ടും നിരാശയോടെ ജീവിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളിലേക്കാണ് കൂടുതലായി ശ്രദ്ധ നൽകാറുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനകം ഉള്ള നല്ല കാര്യങ്ങളെ പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. ആരോഗ്യം, കുടുംബം, സുഹൃത്തുക്കൾ, ജീവിതത്തിലെ ചെറിയ സന്തോഷ നിമിഷങ്ങൾ, ഇവയെല്ലാം നമ്മൾ സ്വാഭാവികമായ കാര്യങ്ങളായി കാണുന്നു. എന്നാൽ ഇവയാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്ന പ്രധാന ഘടകങ്ങൾ. നന്ദിയുള്ള മനോഭാവം വളർത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ മാറ്റം സംഭവിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ മനോഭാവം അതൃപ്തിയും അസൂയയും കുറയ്ക്കാൻ സഹായിക്കും. ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നത് ഒരു കഴിവാണ്. പലപ്പോഴും നമ്മൾ വലിയ വിജയങ്ങൾക്കും വലിയ സംഭവങ്ങൾക്കുമാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പലപ്പോഴും വളരെ ചെറിയവയാണ്. ഒരു മനോഹരമായ പ്രഭാതം, സുഹൃത്തുക്കളോടുള്ള ഒരു സംഭാഷണം, പ്രകൃതിയുടെ സൗന്ദര്യം കാണുന്ന ഒരു നിമിഷം, കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഒരു സമയം. ഈ ചെറിയ നിമിഷങ്ങളെ ശ്രദ്ധിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സമൃദ്ധമായതായി അനുഭവപ്പെടും. നെഗറ്റീവ് ചിന്തകളുടെ സ്വാധീനം ഒഴിവാക്കുന്നതും നല്ലതാണ്. സ്ഥിരമായി നെഗറ്റീവ് ചിന്തകളിൽ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിരാശ വർദ്ധിക്കും. എനിക്കിതില്ല, എനിക്കത് ലഭിച്ചില്ല, എന്റെ ജീവിതം മറ്റുള്ളവരെക്കാൾ മോശമാണ്
എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ കൂടുതൽ നിരാശയിലേക്ക് നയിക്കും. എന്നാൽ ഈ ചിന്തകളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് പതുക്കെ കൂടുതൽ പോസിറ്റീവായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. സന്തോഷം ഒരു ശീലമായി വളർത്താൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുകയും പോസിറ്റീവ് ചിന്തകളെ വളർത്തുകയും ചെയ്താൽ നമ്മൾ പതുക്കെ കൂടുതൽ സന്തോഷകരമായ മനോഭാവം വികസിപ്പിക്കാൻ തുടങ്ങും. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുന്ന മാറ്റമല്ല, എന്നാൽ സ്ഥിരമായി ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നമുക്ക് സന്തോഷം ലഭിക്കാറുണ്ട്. നമ്മൾ സ്വാർത്ഥരായി മാത്രം ജീവിക്കുമ്പോൾ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥമുണ്ടാകുന്നു. ചെറിയ സഹായങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാം. അതിനൊപ്പം അത് നമുക്കും സന്തോഷം നൽകും. ജീവിതത്തിൽ ലാളിത്യം കണ്ടെത്തണം. പലരും അനാവശ്യമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. കൂടുതൽ വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ശ്രമം, സമൂഹത്തിൽ കൂടുതൽ അംഗീകാരം നേടാനുള്ള ശ്രമം, ഇവയെല്ലാം നമ്മളെ നിരന്തരം തിരക്കുള്ളവരാക്കുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾക്കിടയിൽ ജീവിതത്തിലെ ലളിതമായ സന്തോഷങ്ങൾ പലപ്പോഴും നാം നഷ്ടപ്പെടുത്തുന്നു. ജീവിതത്തെ ലളിതമായി കാണാൻ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലും പഴയകാല സംഭവങ്ങളിലും കുരുങ്ങിപ്പോകുന്നു. എന്നാൽ ജീവിതം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇപ്പോഴത്തെ നിമിഷത്തിലാണ്. ഇപ്പോഴത്തെ നിമിഷത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ശാന്തിയും സന്തോഷവും അനുഭവിക്കും. ശ്രദ്ധയുടെ ശക്തി. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നതിന്റെ പ്രാധാന്യം. ദ പവർ ഓഫ് ഫോക്കസ്. നമ്മുടെ മനസ്സ് വളരെ ശക്തമായ ഒരു ഉപകരണമാണ്. എന്നാൽ ആ ശക്തി ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ ശ്രദ്ധ ഏത് ദിശയിലേക്കാണ് പോകുന്നത്, നമ്മുടെ ജീവിതം പതുക്കെ അതേ ദിശയിലേക്ക് തന്നെ മാറാൻ തുടങ്ങും. നമ്മൾ സ്ഥിരമായി പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങൾ മാത്രം വലുതായി തോന്നും. എന്നാൽ ഒരാൾ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ കാണാൻ തുടങ്ങും. അതിനാൽ ശ്രദ്ധയെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ പലരും ഒരേ സമയം വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ പല ലക്ഷ്യങ്ങൾ നിശ്ചയിക്കും, പല കാര്യങ്ങൾ ആരംഭിക്കും. പക്ഷേ അവയൊന്നും പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയാതെ പോകും. അവരുടെ ശ്രദ്ധ പല ദിശകളിലേക്ക് പോകുന്നു. വിജയികളായ ആളുകളുടെ ഒരു പ്രധാന ഗുണം അവരുടെ ശ്രദ്ധയെ ഒരു പ്രധാന കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രധാനമല്ല. ചില കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കും, ചിലത് അത്രയും പ്രധാനമല്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് പ്രധാനമല്ലാത്ത കാര്യങ്ങളിലാണ്. അതിനാൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ശ്രദ്ധയെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ സമയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തമായ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയും. ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നമ്മെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനാക്കും. മൊബൈൽ ഫോണുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, നിരന്തരമായ വിവരങ്ങൾ ഇവയെല്ലാം മനസ്സിനെ ഒരിടത്ത് നിർത്താൻ അനുവദിക്കുന്നില്ല. ഇതിന്റെ ഫലമായി പലർക്കും ഒരു കാര്യത്തിൽ ദീർഘസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ശ്രദ്ധ സംരക്ഷിക്കാൻ നമ്മൾ ചില പരിധികൾ സൃഷ്ടിക്കണം. സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ കൂടുതൽ ബോധവാന്മാരാകണം. ചിലപ്പോൾ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അകലുന്നത് തന്നെ ശ്രദ്ധയെ ശക്തമാക്കാൻ സഹായിക്കും. നമ്മുടെ ലക്ഷ്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധ സ്വാഭാവികമായി അവയിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങും. ലക്ഷ്യം നിർണയിക്കുന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി അറിയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ചിന്തകൾക്കും ഒരേ ദിശ ലഭിക്കും. ലക്ഷ്യങ്ങളില്ലാതെ ജീവിക്കുന്നത് ദിശയില്ലാത്ത യാത്ര പോലെയാണ്. എന്നാൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ കൂടുതൽ ഉത്സാഹത്തോടെയും പ്രതിബദ്ധതയോടെയും പ്രവർത്തിക്കാൻ തുടങ്ങും. ലക്ഷ്യങ്ങൾ നേടാൻ പരിശ്രമവും സ്ഥിരതയും ആവശ്യമാണ്. പലരും ആദ്യം വലിയ ആവേശത്തോടെ ഒരു ലക്ഷ്യം നിശ്ചയിക്കും, പക്ഷേ കുറച്ചു സമയത്തിന് ശേഷം ആ ആവേശം കുറയുകയും ചെയ്യും. ശ്രദ്ധ നിലനിർത്താൻ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അവ നമ്മുടെ സമയവും ഊർജവും കളയും.
ജീവിതത്തിൽ എന്താണ് പ്രധാനമെന്ന് തിരിച്ചറിയുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. നമ്മുടെ ചിന്തകളെയും സമയത്തെയും ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ഫലപ്രദവും അർത്ഥവത്തായതുമായ ഒരു ദിശയിലേക്ക് മുന്നേറും. ശരീരവും മനസ്സും പരിപാലിക്കുക. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യ പരിപാലനവും സമതുലിതാവസ്ഥയും. ബോഡി ആൻഡ് മൈൻഡ്. നമ്മുടെ ശരീരവും മനസ്സും പരസ്പരം ബന്ധമുള്ളവയാണ്. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ശരീരവും കൂടുതൽ ആരോഗ്യമുള്ളതാകും. ശരീരം ആരോഗ്യകരമായിരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ സജീവവും സന്തോഷകരവുമായിരിക്കും. എന്നാൽ ഒരാൾ ശരീരത്തെ അവഗണിക്കുമ്പോൾ അതിന്റെ സ്വാധീനം മനസ്സിലും പ്രകടമാകാൻ തുടങ്ങും. ക്ഷീണം, സമ്മർദ്ദം, അസ്വസ്ഥത, ശ്രദ്ധക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും ശരീരത്തിന്റെ ആരോഗ്യത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ശരീരവും മനസ്സും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടണം. പലപ്പോഴും നമ്മൾ വിജയത്തിനും പണത്തിനും മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുകയും ആരോഗ്യം അവഗണിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിലെ പല വിജയങ്ങളും അത്ര പ്രസക്തമാകില്ല. ഇന്ന് പലരും വളരെ തിരക്കുള്ള ജീവിതമാണ് നയിക്കുന്നത്. ജോലി, പഠനം, ഉത്തരവാദിത്തങ്ങൾ, സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ഇവയെല്ലാം നമ്മുടെ സമയം കളയുന്നു. ശരീരത്തെ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തുന്നത് പലർക്കും ബുദ്ധിമുട്ടാകുന്നു. വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്താത്തത്, ശരിയായ ഭക്ഷണം കഴിക്കാത്തത്, മതിയായ ഉറക്കം ലഭിക്കാത്തത് ഇവയെല്ലാം പതുക്കെ പതുക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങും. ശരീരത്തെ പരിപാലിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ജീവിതത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു ഉപകരണമായി കാണണം. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ഈ ശരീരത്തിലൂടെയാണ്. അതിനാൽ ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നത് ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കാൻ സഹായിക്കും. ശരിയായ ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, മതിയായ വിശ്രമം ഇവയെല്ലാം ശരീരത്തെ ശക്തമാക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. എന്നാൽ പലരും ഈ കാര്യങ്ങളെ ചെറുതായി കാണാറുണ്ട്. ഉറക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ പലരും ഉറക്കത്തെ അത്ര പ്രധാനമായി കാണുന്നില്ല. ജോലി പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ വിനോദത്തിനായി അവർ ഉറക്കം കുറയ്ക്കാൻ തയ്യാറാകുന്നു. ശരിയായ ഉറക്കം ലഭിക്കാതിരുന്നാൽ അത് മനസ്സിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ശ്രദ്ധക്കുറവ്, ക്ഷീണം, അസഹിഷ്ണുത, സമ്മർദ്ദം ഇവയെല്ലാം ഉറക്കക്കുറവിന്റെ ഫലമായി ഉണ്ടാകാം. ആരോഗ്യകരമായ ജീവിതത്തിനായി മതിയായ ഉറക്കം വളരെ ആവശ്യമാണ്. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും പ്രധാനമാണ്. സമ്മർദ്ദം, ആശങ്ക, ഭയം തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തെ ശക്തമായി ബാധിക്കാം. ഇവയെ അവഗണിക്കുന്നതിനു പകരം അവയെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും നമ്മൾ പഠിക്കണം. മനസ്സിനെ ശാന്തമാക്കാൻ ചില ലളിതമായ ശീലങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. ചില നിമിഷങ്ങൾ നിശബ്ദമായിരിക്കുക, ആഴത്തിൽ ശ്വസിക്കുക, പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക, സ്വയം ചിന്തിക്കാൻ സമയം കണ്ടെത്തുക. ഇവയെല്ലാം മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മനസ്സിന് വിശ്രമം നൽകാൻ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമാധാനത്തോടെ ജീവിതത്തെ നേരിടാൻ കഴിയും. ചെറിയ വ്യായാമങ്ങൾക്ക് സമയം കണ്ടെത്താം. വ്യായാമം ശരീരത്തെ മാത്രം ശക്തമാക്കുന്ന ഒന്നല്ല, അത് മനസ്സിനെയും ഉന്മേഷമുള്ളതാക്കും. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കപ്പെടുന്നു. അവ നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷമുള്ളതാക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായ ശാരീരിക പ്രവർത്തനം മാനസികാരോഗ്യത്തിനും വളരെ ഗുണകരമാണ്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ചിലർ അവരുടെ ശരീരത്തെക്കുറിച്ച് മോശമായ മനോഭാവം പ്രകടിപ്പിക്കാറുണ്ട്. അവർ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വന്തം ശരീരത്തെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ വളർത്തും. എന്നാൽ ഈ ചിന്തകൾ ആത്മവിശ്വാസം കുറയ്ക്കും. ശരീരം പൂർണ്ണമായിരിക്കണം എന്നില്ല, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിലപ്പെട്ട ഭാഗമാണ്. അതിനാൽ അതിനെ അംഗീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതാണ്. ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. വ്യക്തിഗത ലക്ഷ്യങ്ങൾ തിരിച്ചറിയുകയും അവ പിന്തുടരുകയും ചെയ്യുക. ലിവ് വിത്ത് പർപ്പസ്. ജീവിതത്തിൽ സജീവമായി ഒരു ലക്ഷ്യം പിന്തുടരുമ്പോഴാണ് ജീവിതം സമാധാനപരവും അർത്ഥവത്തായതും ആയി മാറുന്നത്. ദിശയും ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്നത് മാനസിക സമ്മർദ്ദവും അസംതൃപ്തിയും സൃഷ്ടിക്കുന്നു. എന്നാൽ വ്യക്തിഗത ലക്ഷ്യങ്ങൾ കണ്ടുപിടിച്ച് അവയെ പിന്തുടരുമ്പോൾ നമ്മൾ കൂടുതൽ ഉത്സാഹത്തോടെ, ആത്മവിശ്വാസത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങും. ലക്ഷ്യങ്ങളില്ലെങ്കിൽ നമ്മൾ ദിവസേന തിരക്കിലും ബഹളത്തിലും കുരുങ്ങി ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുത്തും.
ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് കണ്ടെത്തുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷകളല്ല, അത് സ്വന്തം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും സത്യസന്ധമായ ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കേണ്ടത്. പലരും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവ അനുകരിച്ച് ജോലി, ബന്ധങ്ങൾ, ഹോബികൾ എന്നിവ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അതിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കണമെന്നില്ല. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ നമ്മൾ ആദ്യം സ്വയം അറിയുകയും സ്വയം തീരുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോ പ്രവർത്തനവും ഒരു ലക്ഷ്യത്തോടൊപ്പം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും കൂടുതൽ ഫലപ്രദമായി അനുഭവിക്കാൻ തുടങ്ങും. ലക്ഷ്യബോധമുള്ള പ്രവൃത്തി മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തെ ഒരു ദിശയിൽ നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളെയും ചെറിയ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ ലക്ഷ്യം നേടാൻ ചെറിയ ചുവടുകൾ അനിവാര്യമാണ്. ചെറിയ പ്രവർത്തനങ്ങൾ സ്ഥിരതയോടെ ചെയ്യുന്നവരാണ് ദീർഘകാലത്തിൽ വിജയം നേടുന്നത്. പലരും വലിയ ലക്ഷ്യത്തെ മാത്രം നോക്കി ചെറിയ കടമകളെ അവഗണിക്കുന്നു. സവിശേഷമായ ലക്ഷ്യത്തിനായി ചെറിയ സ്ഥിരമായ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ലക്ഷ്യം പിന്തുടരുമ്പോൾ വഴിയിൽ പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വരും. ചിലർ പരാജയങ്ങൾ നേരിടും. എന്നാൽ ഈ അവസ്ഥയിൽ മനസ്സ് ഉറച്ചു നിൽക്കുകയും സ്ഥിരതയോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ ഭയത്തെയും ആശങ്കകളെയും മറികടക്കാം. അപ്പോൾ മാത്രമേ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കൂ. ജീവിതം എവിടേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. നമ്മുടെ വികാരങ്ങളെ, ശക്തികളെ, കഴിവുകളെ എല്ലാം തിരിച്ചറിയുകയും അവയെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ഫലപ്രദവും സന്തോഷകരവുമാകും. മുന്നറിയിപ്പുകളും പ്രതിസന്ധികളും നിറഞ്ഞ ലോകത്തിൽ ആദ്യം സ്വയം സ്നേഹിക്കുക, സ്വയം തിരിച്ചറിയുക. നമ്മുടെ സന്തോഷവും സമാധാനവും മറ്റുള്ളവരുടെ പ്രതീക്ഷകളിലോ സമൂഹം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളിലോ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ ശരീരവും മനസ്സും, നമ്മുടെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ഇവയെല്ലാം ചേർന്നാണ് നമുക്ക് യഥാർത്ഥ ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ജീവിതത്തിന്റെ ചെറിയ നിമിഷങ്ങളിൽ നിന്ന് വലിയ ലക്ഷ്യങ്ങൾ വരെ ധൈര്യത്തോടെയും സത്യസന്ധതയോടെയും മുന്നേറുക. ജീവിതത്തിലെ സന്തോഷവും സമാധാനവും മറക്കാതെ സ്വയം സ്നേഹിക്കുകയും ധൈര്യത്തോടെ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നത്. നമ്മുടെ ഓരോ ചിന്തയും, ഓരോ പ്രവൃത്തിയും, ഓരോ നിമിഷവും നമ്മളെക്കുറിച്ചുള്ള സത്യസന്ധമായ കണ്ടെത്തലിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നയിക്കുന്നു. സ്വന്തം ജീവിതത്തെ നമ്മൾ സ്വയം നയിക്കുക. ഇന്നു മുതൽ സ്വയം സ്നേഹിക്കുക, സ്വയം അറിയുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.